ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഒരു സെയിൽ എൻട്രി എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പോയിന്റ് ഓഫ് സെയിലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഷോർട്ട് കട്ട്സും നമുക്കിവിടെ ഹെൽപ്പിൽ പോയാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് POS. അപ്പോൾ നമുക്ക് സെയിൽസ് POS വിൻഡോ എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ സെയിൽസ് POSൻ്റെ ഒരു ഷോർട്ട് കട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കീബോർഡിൽ F4 ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ഫോമിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ പ്രൈസ് രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട്, റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ. അപ്പോൾ റീറ്റെയിൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് റീറ്റെയിൽ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളിവിടെ സെയിൽസ് റേറ്റ്, MRP, ഹോൾസെയിൽ റേറ്റ് എന്നിങ്ങനെ 3 റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റേറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു സെയിൽസിൻ്റെ ഒരു ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് പ്രൈസ് വരുന്നത്. അതല്ല നിങ്ങൾ ഹോൾസെയിലാണ് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഹോൾസെയിൽ റേറ്റ് എന്നുള്ള ഈ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള റേറ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഡിഫോൾട്ടായിട്ട് വരിക. അതല്ല റീറ്റെയിൽ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സെറ്റിംഗ്സിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് അവിടെ ഡിസ്പ്ലേ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഐറ്റം സെലക്ഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ബാർകോഡ് റീഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഐറ്റം മാനുവലായിട്ട് സെർച്ച് ചെയ്യാം. ബാർകോഡ് റീഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ഈ ഒരു ഐറ്റം ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് നമുക്ക് ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ബാർകോഡ് സ്കാൻ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ബാർകോഡ് ഇപ്പം ഞാൻ സ്കാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഐറ്റം അവിടെ സെലക്റ്റഡ് ആയി കിട്ടി. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഐറ്റം സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതവിടെ ജസ്റ്റ് നമുക്ക് താഴത്തെ ടേബിളിലേക്ക് ആഡ് ആയി വരുന്നതാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഐറ്റം സ്കാൻ ചെയ്ത് പോകാം. അതേപോലെ നമ്മൾ സെയിം ഐറ്റം തന്നെ രണ്ട് സമയം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ജസ്റ്റ് ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതി. അതല്ലാതെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം കോഡിൽ ഫോക്കസ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് സ്കാൻ ചെയ്യാവുന്നതാണ്. ബാർകോഡ് സ്കാൻ ചെയ്തെടുക്കാം. ഇതും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് ടൈം നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി രണ്ടായിട്ട് ഓരോ പ്രാവശ്യവും സ്കാൻ ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രിമെൻ്റ് ആയിക്കോളും, കൂടി വരുന്നതാണ്. ഓക്കെ, അതല്ലാതെ നമുക്കുള്ള അനദർ വേ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് വേണ്ട ഐറ്റത്തിൻ്റെ പേര് നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മൾ ഐറ്റം നെയിമിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ലിസ്റ്റ് ആയി വരും. അതല്ലാതെ ഐറ്റം നെയിം, ബാർകോഡ്, ഐറ്റം കോഡ് എന്നിങ്ങനെ ഈ 3 രീതിയിൽ നമുക്ക് ഐറ്റം സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഐറ്റം നെയിം എൻ്റർ ചെയ്യുക, എന്നിട്ട് കീബോർഡിലെ ആരോ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് താഴെ ഡിസ്പ്ലേ ആയി കിട്ടും. അപ്പോൾ അതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റേറ്റും ക്വാണ്ടിറ്റി 1 ആയിട്ട് വരും. ഇതേ ഒരു ഐറ്റം തന്നെ നമ്മൾ സെക്കൻഡ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നുകൂടെ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ബട്ടൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടും. അതുപോലെ തന്നെ മൈനസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റി കുറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഐറ്റം ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു സിംഗിൾ ഐറ്റം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് വേ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം അടുത്തൊരു വേ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ ഐറ്റം കോഡിൽ ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റത്തിൻ്റെ ലിസ്റ്റ് വരും. ഇത് നമുക്ക് ജസ്റ്റ് അഡ്വാൻസ് സെർച്ച് ചെയ്യാം ഇവിടെ. അതായത് നമുക്ക് സെർച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക്, പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, MRP, അതുപോലെ തന്നെ കോസ്റ്റ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഫീൽഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഒരു സെറ്റിംഗ്സിൽ പോയതിനു ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഫീൽഡ്സ് ഒക്കെ അൺടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഫീൽഡ്സ് മാത്രമേ, ഏതൊക്കെ ഫീൽഡ്സാണ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫീൽഡ്സ് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളിവിടെ ഈ ഒരു ഫോം എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെറ്റിംഗ്സിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട കോളംസ് മാത്രം ഇവിടെ ലിസ്റ്റ് ആയി കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം രീതിയിൽ നമുക്ക് ഐറ്റം സെർച്ച് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ കീബോർഡ് കീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം നമുക്ക് അവിടെ സെലക്ട് ആയി കിട്ടും. ഇത് ക്വാണ്ടിറ്റി
അതുപോലെ തന്നെ റേറ്റ് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ റേറ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാം. ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാം. പിന്നെ CGST ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടേബിളിൽ നമുക്ക് വേണ്ട ഫീൽഡ്സ് ഏതൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള ഫീൽഡ്സ് മാത്രം നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ഐറ്റം സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് രീതിയിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സെല്ലിൽ ബിൽ എൻട്രി ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ടോപ്പ് സെല്ലിംഗ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഫ്രീക്വൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കസ്റ്റമർ സെലക്ഷൻ ആണ്. കസ്റ്റമർ സെലക്ഷൻ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഐറ്റം സെലക്ട് ചെയ്യുക. അത് ചെയ്തതിനു ശേഷം നമുക്ക് ഐറ്റം സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു കസ്റ്റമർ സെലക്ഷൻ ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ടാബ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ സെലക്ഷനിലേക്ക് വരും. ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് കസ്റ്റമർ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് പേരിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ മൊബൈൽ നമ്പർ അറിയാമെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ള കസ്റ്റമർ നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പേര് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെലക്ട് ചെയ്ത കസ്റ്റമർ നമുക്കും ഇവിടെ ഡിസ്പ്ലേ ആയി കിട്ടും. അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, നമുക്ക് ലോയൽറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കസ്റ്റമർ പോയിന്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ് നമുക്കിവിടെ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് അവരെന്തെങ്കിലും പേയ്മെന്റ് തരാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അവരുടെ ടിൻ നമ്പറും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സിൽവർ, ഗോൾഡ് എന്നിങ്ങനെ രണ്ട് രീതിയിൽ കസ്റ്റമർ തരംതിരിക്കാം. അതും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പിന്നെ നമുക്ക് പുതിയൊരു കസ്റ്റമർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് Ctrl+A പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഇവിടെ വരും. എസ്കേപ്പ് പ്രസ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ഒരു കോഡ് രൂപത്തിൽ നമുക്ക് കാണാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് മുന്നേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഐറ്റത്തിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റത്തിൻ്റെ ജസ്റ്റ് ഒരു കോഡ് രൂപത്തിൽ നമുക്കിവിടെ LC കോഡിൽ അതിൻ്റെ കോസ്റ്റ് എത്രയാണോ ആ ഒരു കോസ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മൗസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പിന്നെ സെറ്റിങ്സിനനുസരിച്ച് മാറ്റാവുന്നതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് വെച്ചാൽ കുറച്ച് ഷോർട്ട് കട്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് F2 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പെയ്ഡ് എമൗണ്ടിലേക്ക് ഫോക്കസ് ആവും. അതായത് നമുക്ക് കസ്റ്റമറിന് ബാലൻസ് എത്ര കൊടുക്കണം എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവും. പിന്നെ F3 ആണെങ്കിൽ ഒരു ക്യാഷ് ഡിസ്കൗണ്ടിലേക്ക് ഫോക്കസ് ആവും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഡിസ്കൗണ്ട് കൊടുക്കാം. അതായത് F4 ആണെങ്കിൽ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനിലേക്കാണ് ഫോക്കസ് ആവുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോക്കസ് റൗണ്ട് ഓഫിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് എത്രയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൗസിൻ്റെ ഉപയോഗം ഫുള്ളായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നമ്പർ പാടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കസ്റ്റമർ വെയിറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് ബില്ല് ഹോൾഡും റിലീസും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചു, എന്നിട്ട് കസ്റ്റമർ മാറി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കസ്റ്റമർ ബില്ല് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ബില്ലിനെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഫോം കിട്ടും. ഇവിടെ വെച്ചിട്ട് നമുക്ക് പുതിയ ഐറ്റംസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ ഐറ്റംസ് തന്നെ പിന്നെയും എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ജസ്റ്റ് Ctrl+S പ്രസ് ചെയ്താൽ മതി, നമുക്ക് സേവ് ആവും. അപ്പോൾ നമുക്ക് പഴയ ബില്ല് കിട്ടണമെങ്കിൽ റിലീസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പഴയ കസ്റ്റമർ നമ്മൾ ഹോൾഡ് ചെയ്ത ബില്ല് ഇവിടെ നമുക്ക് വന്നോളും. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് റിലീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻസ് നമുക്ക് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ നമുക്ക് ഇവിടെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ജസ്റ്റ് ഇവിടെ റിട്ടേൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് റിട്ടേണിൻ്റെ പുതിയൊരു വിൻഡോ വരും. അതല്ല നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ഐറ്റം നമ്പർ അല്ലെങ്കിൽ സെയിൽസ് കോഡൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കോഡ് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. സെയിൽസ് കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ വരും. ഇപ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് സെയിൽസ് റിട്ടേണിൽ ഇത്രയും ഐറ്റംസ് ഫില്ല് ചെയ്ത് വരും. ഇപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഐറ്റം നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും.
അതായത് നമ്മുടെ സ്റ്റോക്ക് കൂടും. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ഐറ്റം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് ഏത് ഐറ്റമാണോ കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു ഐറ്റം മാത്രം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കാം. ബാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് കൂടുന്നതാണ്. സെയിൽസ് റിട്ടേൺ ചെയ്യാൻ ഇത്രയും ഈസിയാണ്. പഴയ റിപ്പോർട്ടൊക്കെ കാണാൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു ആരോ കീ യൂസ് ചെയ്ത് നമുക്ക് പഴയ സെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു വിൻഡോ കിട്ടും. നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പ്രിന്റിങ്ങിനായിട്ട് നമ്മൾ വേറെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് കൺട്രോൾ P പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ആവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പ്രിന്റും വരുന്നതാണ്. അതല്ല കൺട്രോൾ S ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നമുക്ക് സേവ് ആവുകയുള്ളൂ. പിന്നെ നമുക്ക് ഒരു പേയ്മെന്റ് മോഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പേയ്മെന്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേയ്മെന്റ് മോഡ് കിട്ടും. അതായത് കസ്റ്റമർ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം ഏത് യൂസ് ചെയ്തിട്ടാണോ പേയ്മെന്റ് ചെയ്യുന്നത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഡ് പേയ്മെന്റ്, ഇ പേയ്മെന്റ്, മൾട്ടിപ്പിൾ പേയ്മെന്റ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിവിടെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ മൊബൈൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പിൽ ഈ ഒരു ഇൻവോയ്സ് ബില്ല് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഇമെയിൽ ഐ ഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമെയിലിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇൻവോയ്സ് നമ്പർ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വാട്സാപ്പ് നമ്പറിലേക്കുള്ള ഇൻവോയ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കീബോർഡിൽ കൺട്രോൾ W പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാട്സാപ്പ് എനേബിൾ ആയിരുന്നതാണ്. അതുപോലെ തന്നെ മെയിലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ M പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡിസേബിൾ ചെയ്യാൻ ഇതുപോലെ തന്നെ കൺട്രോൾ W ഒന്നുകൂടി പ്രസ് ചെയ്താൽ നമുക്കത് ഡിസേബിൾ ആവും. അതുപോലെ തന്നെ മെയിലും സെയിം കൺട്രോൾ M പ്രസ് ചെയ്താൽ അത് ഡിസേബിൾ ആവും. അപ്പോൾ നമുക്ക് വാട്സാപ്പിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു ഇൻവോയ്സ് ഉണ്ടാവുന്നത് നോക്കാം. അപ്പോൾ കൺട്രോൾ W പ്രസ് ചെയ്തപ്പോൾ ഇത് വാട്സാപ്പ് നമുക്ക് ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് കൺട്രോൾ S എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബില്ല് ഇവിടെ സേവ് ആയി കിട്ടും. സേവ് ആവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഈ ഒരു ഇൻവോയ്സ് സെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ഫോർമാറ്റും അതുപോലെ തന്നെ ഇതിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും സിമ്പിളായിട്ടും തന്നെ എല്ലാവർക്കും തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കാൻ അതുപോലെ തന്നെ ബില്ല് എൻട്രി ചെയ്യാനുള്ളൊരു ഈസി വേ ആണ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.